എൻ്റെ പാസ്റ്റ് 5 ഇയേഴ്സിലെ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. പലപ്പോഴും കസ്റ്റമേഴ്സ് നമ്മൾ പറയുന്ന റിജക്ഷൻ അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന റിജക്ഷൻ അല്ല. അവർക്ക് ഫീൽ ചെയ്യുന്നത് വേറൊന്നായിരിക്കാം, റിയാലിറ്റിയിൽ അവർ പറയുന്നത് വേറൊന്നായിരിക്കാം. പലപ്പോഴും കസ്റ്റമേഴ്സ് പറയാറുണ്ട്, എനിക്കൊന്ന് ആലോചിക്കണം. സത്യം പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനെ സർവീസിനെ കുറിച്ചോ ആലോചിക്കാനായിട്ടുള്ള സമയം ആവശ്യമില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റോ സർവീസിന്റെ വാല്യൂ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കസ്റ്റമർ പറയാറുണ്ട്, എനിക്ക് ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്താൽ മതി എന്നുള്ളത്. അതായത് അവർ അതിനെ കുറിച്ച് അത്രയും ഷുവർ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവർക്കത് മനസ്സിലാക്കാൻ പാകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് കണ്ട് നിങ്ങൾ വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയക്കാൻ നിൽക്കരുത്. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തേതാണ്, ഇതൊരു എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്ന റിജക്ഷൻ. ആക്ച്വലി ഇത് പ്രൈസ് അല്ല പ്രശ്നം വാല്യൂ ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം കസ്റ്റമർ നിങ്ങൾക്ക് റിജക്ഷൻ പറയുമ്പോൾ എന്താണ് റിജക്ഷനുള്ള മെയിൻ കാരണം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസ് നിങ്ങൾ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.